കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബിയും നമ്മളൊപ്പം ശരിയാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയും ഹരിയാനയിൽ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റമാണ് പ്രവചിച്ചത്. പക്ഷേ ആ പ്രവചനങ്ങളൊക്കെയും അസ്ഥാനത്താകുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനും അണികൾക്കും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ACC ആസ്ഥാനത്തടക്കം ഒരു ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നത്. പക്ഷേ ആ ഒരുക്കങ്ങളൊക്കെയും നിർത്തിവെക്കാനാണ് നേതൃത്വം നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 49 സീറ്റുകളിലാണ് BJPയുടെ മുന്നേറ്റം. കേവലം 35 സീറ്റുകളിലാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മുന്നേറ്റം. ഒരു ഹാട്രിക് വിജയം BJP സ്വന്തമാക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു അപ്രതീക്ഷിതം, അല്ലെങ്കിൽ അപ്രതീക്ഷിതം എന്ന് പറയാൻ കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ആ പ്രതീക്ഷയിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്കിനെ വിലയിരുത്തുന്നത്? ഹരിയാനയില് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരത്തിൽ വരുമെന്നായിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ 2019 മുമ്പ് നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ പോരാട്ടത്തിന് അവസാനമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. ഒരു ഘട്ടത്തില് കോൺഗ്രസ് BJPയുടെ മുന്നിൽ വരികയുണ്ടായി. പക്ഷെ BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയില്ല. ഈ ഹരിയാന ജനഹിത് പാർട്ടിയെ കൂട്ടിച്ചേർത്താണ് BJP ഭരിച്ചത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തിരിച്ചടി, അത് ഞാൻ വിലയിരുത്തുന്നത് ജാട്ട് മേഖലകളിലെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയിട്ടുണ്ട് എന്നതാണ്. ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം അവിടെ ഈ ജാട്ട് വോട്ടുകളെ പ്രതികരിക്കുന്ന അവിടെ ഈ പറയുന്ന ഹരിയാന ജനഹിത് പാർട്ടി പോലുള്ള പാർട്ടിയുണ്ട്, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ പോലെയുള്ള പാർട്ടികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വന്നപ്പോൾ അതുകൊണ്ടാണല്ലോ പിന്നെ വോട്ട് ഷെയറിൽ ഞാൻ മുൻപേ ചൂണ്ടിക്കാണിച്ചതുപോലെ വോട്ട് ഷെയറിൽ കോൺഗ്രസ് മുന്നിൽ വന്നിട്ടും ആ ഒരു നമ്പർ ഓഫ് സീറ്റ്സിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിയാതെ പോയതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ജാട്ട് മേഖലയിൽ ഏകദേശം 37ഓളം സീറ്റുകളുണ്ട്. അവിടെ BJPക്ക് ഒരു മേൽക്കൈ വന്നിട്ടുണ്ട്. ആ മേൽക്കൈക്കുള്ള കാരണം ഈ ജാട്ട് വോട്ടുകളിലുണ്ടായ സ്പ്ലിറ്റ് ആണ്. പക്ഷെ നമ്മൾ മറ്റു പ്രദേശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ പറയുന്ന SC ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ SC വോട്ടുകൾ അല്ലെങ്കിൽ ദളിത് വോട്ടുകളൊക്കെ ഉള്ള പ്രദേശമുണ്ട്. കാരണം ഈ ഹരിയാനയിലെ പ്രധാനപ്പെട്ട 2 വോട്ട് ബാങ്കുകൾ എന്നല്ല ഞാൻ പറയുന്നത്, സാമൂഹ്യ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ജനസംഖ്യയുടെ 27% വരുന്ന ജാട്ടുകളും ഒരു 21% വരുന്ന ദളിതരുമാണ്. പക്ഷെ ദളിത് മേഖലകളിലെ ഭൂരിപക്ഷ സീറ്റുകളിലും ഒരു 30 സീറ്റുകളിൽ 22 സീറ്റുകളിൽ അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ജാട്ട് മേഖലകളിൽ ഒരു തിരിച്ചടി ഉണ്ടായതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജാട്ട് BJP ഇതര വോട്ടുകൾ അവിടെ സ്പ്ലിറ്റായി പോയി എന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഞാൻ BJP നേടിയ ഈ മുൻതൂക്കത്തെ, കാരണം വിജയത്തിലേക്ക് നമുക്ക് പ്രവചിക്കാറായിട്ടില്ല, വിജയത്തിലേക്ക് ആര് ജയിക്കുമെന്ന് നമുക്ക് അന്തിമമായ തീർപ്പിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും BJP തീർച്ചയായിട്ടും മുന്നിൽ വന്നിട്ടുണ്ട്. അതിന് BJP തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം, അവിടെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടോ അല്ല കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ പരാജയപ്പെട്ടതോ അല്ല അവിടെ ഉണ്ടായ. കാരണം നമുക്കറിയാം, ഒരു ചതുഷ്കോണ മത്സരമാണ് അവിടെ നടന്നത്. കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ രീതിയിലുള്ള ഒരു മത്സരമല്ല അവിടെ ഉണ്ടായത്. ചില പോക്കറ്റുകളിലൊക്കെ ഈ പറയുന്ന ജാട്ട് വോട്ട് ബേസ് ഉള്ള പാർട്ടികളും ശക്തമായിരുന്നു. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയാണ് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് സമ്മതിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു മടിയുമില്ല. യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പ്രൊഫസർ റോണി, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജാട്ട് മേഖലയിലുണ്ടായ ഒരു തിരിച്ചടി, ഒപ്പം ഈ കർഷക സമരങ്ങളൊക്കെയും ഒരു അനുകൂല ഘടകങ്ങളാകും എന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വെക്കുകയും ജനങ്ങളെ ആ രീതിയിൽ സമീപിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ എന്താണ് വാസ്തവം? കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമപരമായ പദ്ധതികൾ, കർഷകരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, അതൊക്കെയും ഹരിയാനയിലെ സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ, അതായത് കേവലം വ്യാജ പ്രചാരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവിടുത്തെ ജനങ്ങൾ എത്തിക്കഴിഞ്ഞു. അത് തന്നെയാണ് BJP 3ാം തവണയും അധികാരത്തിലെത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്, അല്ലേ? ഈ ജനകീയ വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് ഒരു അരിത്മെറ്റിക്സ്, ഒരു ഫിഗർ, അതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ 2019 നടന്ന തെരഞ്ഞെടുപ്പ് തൊട്ട്, ഞാൻ പറഞ്ഞ മനോഹർ ലാൽ ഖട്ടർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വലിയ ജനവിരുദ്ധ വികാരം BJPക്കെതിരെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ മനോഹർ ലാൽ ഖട്ടറിനെ ഇടയ്ക്ക് മാറ്റി സൈനിയെ ഇടയ്ക്ക് മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരുന്നത്. BJP ഗവൺമെന്റിനെതിരെ ഒരു ശക്തമായ വികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് 5 സീറ്റുകളിലേക്ക് BJP 5 ജയിച്ചു, കോൺഗ്രസ് 5 ജയിച്ചു.
പക്ഷെ 2019 10 സീറ്റും ബി ജെ പി ആണ് ജയിച്ചത്. അവിടെ നിന്ന് 2024 വന്നപ്പോൾ 5 സീറ്റുകൾ കോൺഗ്രസിന് പിന്നെ നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസും ബി ജെ പി തമ്മിൽ നേർക്കുനേർ മത്സരമായി. കോൺഗ്രസിന് ഏകദേശം ഒരു 55ഓളം നിയമസഭാ സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികം പ്രതീക്ഷിച്ചത് ആ ഒരു ട്രെൻഡ് അസംബ്ലിയിലും ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ ഈ ബി ജെ പി സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ആ ഒരു ട്രെൻഡായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ചില പ്രത്യേക മേഖലകളിൽ ഉണ്ടായ വോട്ട് ഡിവിഷൻ, കാരണം അതൊരു പ്രധാനപ്പെട്ടതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. അതാണ് സംഭവിച്ചത്. കാരണം അതുകൊണ്ടാണല്ലോ, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ വോട്ടിൽ ബി ജെ പി ആയിരുന്നു മുമ്പിൽ 2019. ഇപ്പോൾ 2%, അത് എന്ന് പറഞ്ഞൊരു ഒരു നിസ്സാര സംഖ്യയല്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില് 2 പാർട്ടികളുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് 2% എന്ന് പറയുന്നത് ഒരു നിസ്സാര അക്കമല്ല. കോൺഗ്രസ് ഏകദേശം 2%-ഓളം എഡ്ജ് ബി ജെ പിക്കാർ മുന്നിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു വികാരം വളരെ വ്യക്തമാണ്. പക്ഷേ ആത്യന്തികമായി തീരുമാനിക്കുന്നത് നമ്പേഴ്സ് ആണ്, ഫിഗേഴ്സ് ആണ്, അരിത്തമെറ്റിക്സ് ആണ്. അതിൽ ബി ജെ പി ജയിച്ചു, ബി ജെ പി മുന്നിലാണ്. ഇത് തീർച്ചയായിട്ടും അതാണ് അവിടെ നടന്ന യാഥാർത്ഥ്യം എന്ന് വളരെ അതിന്റെ അർത്ഥം ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ജനം തള്ളിക്കളഞ്ഞെന്നോ, നിങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന വിഷയങ്ങൾ പ്രസക്തമല്ലായിരുന്നോ, ഇത് കർഷക വിഷയങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്നിപഥിന്റെ വിഷയങ്ങൾ ഉൾപ്പെടെ, ഇവിടുത്തെ ഈ ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങൾ ഉൾപ്പെടെ, തൊഴിലില്ലായ്മ ഉൾപ്പെടെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളൊന്നും പ്രസക്തമല്ലായിരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ വന്ന മറ്റു ചില സാഹചര്യങ്ങൾ, അതാണ് ഞങ്ങൾക്ക് കിട്ടാമായിരുന്ന ഒരു വിജയത്തിന് അവിടെ തടസ്സമായി വന്നത് എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ.